പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. പലഹാരം ഉണ്ടാക്കാനുള്ള മാവാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത്. അത് റെഡിയാക്കി വെച്ചിട്ട് ദേവയാനി അവിടുന്ന് പോകുന്ന സമയം നോക്കിയിട്ട് ജലജ അടുക്കളയിൽ കയറുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇതെല്ലാം ഉണ്ടാക്കുന്നത് ജലജ അവിടെ നിന്ന് മാറി നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജയുടെ കയ്യിൽ എന്തോ ഒരു ചെറിയ ബോട്ടിലുണ്ട്. അപ്പോൾ അതും കൊണ്ടാണ് ദേവയാനി അവിടെ നിന്ന് പോകുന്ന സമയത്ത് അടുക്കളയിലേക്ക് കയറിയിട്ട് മാവൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലോ ഏട്ടത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ആ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് എന്തോ ഒരു പൊടി എടുത്തിട്ട് ആ മാവിലേക്ക് ഇടുന്നുണ്ടായിരുന്നേ. ഇനി അവൾ വലിയ ഡിസൈനറല്ല, ഇവിടെ കിടന്നവൾ നെട്ടോട്ട് ഓടാൻ പോവാണ്, അവൾ ഇനിയിപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോവാണ് എന്നൊക്കെ അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മായിയമ്മ മരുമകളെ വയറ് കേടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ശത്രുത അങ്ങ് കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിലുണ്ടായിരുന്ന മുഴുവൻ പൊടിയെടുത്ത് അതിലേക്ക് കലക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അതൊക്കെ കലക്കിയിട്ട് ഇനി ഇവിടുന്ന് മാറി നിൽക്കാം, ഇനി അവൾ ഓടാൻ തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആ സന്തോഷത്തിൽ ജലജ അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ദേവയാനിയാണെങ്കിൽ അതിൻ്റെ പിറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴമൊക്കെ മുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കാനാണ് മാവ് റെഡിയാക്കി വെച്ചിട്ട് പോയത്. അപ്പോൾ അതിലാണ് ജലജ അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുള്ളതും. പിന്നെ ദേവയാനിയാണെങ്കിലും പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. സ്റ്റൗവൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് പഴമൊക്കെ മാവിൽ മുക്കി അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജലജ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് തന്നെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് ദേവയാനി. പിന്നീട് നയനയാണെങ്കിലും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് വന്ന് ചോദിക്കുകയാണ്, നീ എന്താ ആലോചിക്കുന്നത്, നിന്റെ ബാഗിൽ ആരാ നെക്ലേസ് കൊണ്ടുവച്ചതെന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അബീനെ തന്നെയാണ് നയനയ്ക്കും ആദർശിനും ഒക്കെ സംശയം. ക്യാമറ കേടായപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചതാണ്, ചിലപ്പോൾ അത് അബി തന്നെയായിരിക്കും, അവനാണ് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഇങ്ങനെ അവരെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരായിരിക്കും ആ മെസ്സേജ് അയച്ചത് എന്നാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നമ്മുടെ ശത്രുക്കളല്ലല്ലോ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, ഇനിയിപ്പോൾ അതിൻ്റെ പിറകെ പോകുമൊന്നും വേണ്ടാന്ന് നൈനയോട് പറയാണ്. പിന്നെ എന്തായാലും ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു, നിന്റെ ഡിസൈനെ പറ്റി ആരും ഒരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. ഇത്തവണത്തെ വിഷു നമ്മൾ കൊണ്ടുപോകുന്നതാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ പറയട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് ഇറങ്ങിയത്. മുത്തശ്ശൻ എന്നെ മൂർത്തീസ് ജ്വല്ലറി ഏൽപ്പിക്കുമ്പോൾ ഞാനത് അച്ഛനെ ഇളയച്ചനെയൊക്കെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്, പക്ഷേ അവർക്കൊക്കെ വിശ്വാസം എന്നെയായിരുന്നു എന്ന് പറയൂട്ടോ. അപ്പോൾ കുട്ടിക്കാലത്തും ഇങ്ങനെ ആദർശ് ഇങ്ങനെ വലിയ കാരണവന്മാരെ പോലെയൊക്കെയാണ് സംസാരിച്ചിരുന്നതും പെരുമാറിയിരുന്നതും എന്നൊക്കെ നൈനി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നിനക്ക് എങ്ങനെ അതൊക്കെ അറിയാമെന്ന് ചോദിക്കും. അത് ഞാൻ കുറച്ചായില്ലേ അവിടേക്ക് വന്നിട്ട്, അപ്പോൾ അവിടെയുള്ളവരുടെ സംസാരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയെടുത്തതാണ്. പിന്നെ മുത്തശ്ശിയും പറയാറുണ്ട് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അബിക്കും എനിക്കും ഒക്കെ ഒരു വലിയേട്ടൻ തന്നെയായിരുന്നല്ലോ ആദർശേട്ടൻ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും MBA ഒക്കെ കഴിഞ്ഞതാണെങ്കിലും എനിക്ക് അത്ര ഇങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. ഇനി എന്തായാലും ഇങ്ങനെ കോമ്പറ്റീഷനുള്ള ഫീൽഡാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇനി താഴേക്ക് പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊന്നും കോൺഫിഡൻസ് വേണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നൈന. അപ്പോൾ അതുപോലെ തന്നെ നിന്നെപ്പോലുള്ള ഡിസൈനർമാരാണ് ഒരു കമ്പനിക്ക് വേണ്ടത്. ഒരു കമ്പനിയുടെ മുതൽക്കൂട്ട് പവിത്രയെ പോലുള്ള ആളുകൾ ഇങ്ങനെ വെറും ശമ്പളത്തിന് മാത്രമാണ് ജോലി ചെയ്യുന്നത്. അവരാരും സ്വന്തം കഴിവ് ഇങ്ങനെ പ്രകടിപ്പിക്കാനുള്ള ഒരിടായിട്ടൊന്നും കരുതില്ല. നിനക്ക് പക്ഷേ അതങ്ങനെയില്ലല്ലോ, നീ നിൻ്റെ കഴിവിങ്ങനെ പുറത്തെടുക്കുന്നു, അതുപോലെയുള്ള ഇതാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, അമ്മ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് ഒന്നും കഴിക്കരുത്, അമ്മ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അറിയട്ടെ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്, ഇനി അത് നാളത്തേക്ക് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ ഐഡിയ അപ്പോൾ കിട്ടിയെന്ന് വരില്ല, അതും കൂടെ തീർക്കട്ടെ എന്നൊക്കെ പറയും. പിന്നീട് അനാമികേനെ കാണാനായിട്ട് വേണു രേവതിയും കൂടെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മയും അച്ഛനും ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, മോളെ കണ്ട് വിശേഷമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു എന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഒരുത്തിയാണെങ്കിൽ വലിയ ഡിസൈനർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, ആ അറിഞ്ഞു, ഇപ്പോൾ അതിങ്ങനെ ആദർശമായിരിക്കില്ല എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ദേവയാനിയാണെങ്കിലും ആരാ ഈ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ മോൾ ഇവിടെ ജീവനോടുണ്ട് എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് തിരക്കണ്ടേ എന്ന് ഇങ്ങനെ വേണു പറയുമ്പോൾ, അതെന്താ വേണു അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അല്ല ദേവയാനിയും ഇവിടെ കാച്ചി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാല് കുടിച്ചാണല്ലോ ഇങ്ങനെ ഹോസ്പിറ്റലായത്, അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ആ ഒരു പേടി ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ ഞാൻ തന്നെയാണ് അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും, അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ടാന്ന് പറയും. അനാമികയും പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ അങ്ങനെ അത് പേടിക്കാതെ കഴിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനിക്കും ഭയങ്കര സന്തോഷമാവുന്നു. എന്തായാലും നിങ്ങളിരിക്കും, ഞാൻ ചായയും പലഹാരമൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ, അതുകൊണ്ട് ചായ മാത്രം മതി എന്നൊക്കെ അവർ പറയുമ്പോൾ, പലഹാരമൊക്കെ വല്യമ്മ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനാമികയാണെങ്കിലും. അപ്പോൾ എന്തായാലും ഞാൻ അത് എടുക്കാം, നിങ്ങളിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ വേണു രേവതിയും കൂടി ആണെങ്കിലും അനാമികയ്ക്ക് കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
തന്നെ ദേവയാനീനെ മുറുകെ പിടിച്ചോണം, അന്ന് അവരിങ്ങനെ നിനക്ക് സ്വർണ്ണമൊക്കെ തന്നതല്ലേ, ഇനിയിപ്പോൾ സ്നേഹം കൂടിയിട്ട് ഒരേക്കർ ഭൂമി എഴുതി തരണമെന്ന് തോന്നിയാലോ, അതുകൊണ്ട് മോള് അവരെ സ്നേഹിച്ച് അങ്ങ് നിന്നോണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യമ്മയ്ക്കാണെങ്കിൽ ആദർശേട്ടനോട് ഭയങ്കര സ്നേഹമാണ്. സ്വന്തം മകന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ മരുമകളായിട്ടുള്ള അവളെങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. വല്യമ്മ എന്ന് പറയുമ്പോൾ ആദ്യം ആദർശിനെ അവളെയും തമ്മിൽ തെറ്റിച്ചാൽ മതി, അതോടെ അവൾ ഇവിടുന്ന് പുറത്തായിക്കോളൂ എന്നൊക്കെ വേണു പറയുന്നുണ്ടായിരുന്നേ. ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് നേടാനുള്ളതെല്ലാം നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ദേവയാനീനെ സോപ്പിട്ട് അങ്ങ് നിന്നാൽ മതി എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അവർ ചായയും പലഹാരമൊക്കെ എടുക്കാൻ പോയതല്ലേ, മോള് ചെന്നിട്ട് അവരെ ഒന്ന് സഹായിക്കേ എന്ന് ചെല്ലിയെന്ന് പറഞ്ഞിട്ട് അനാമികേനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പം അനാമികയാണെങ്കിലും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ്. പിന്നീട് രേവതിനോടാണ് കേട്ടോ വേണു പറയുന്നത്, എന്തായാലും നീ ഇടയ്ക്ക് ഇങ്ങനെ ജലജേനെയും അതുപോലെ തന്നെ ദേവയാനിനെയും അനിയുടെ അമ്മേനെയൊക്കെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരെ എപ്പോഴും ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഇങ്ങനെ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ്. പിന്നെ അവർക്കൊരു സംശയമുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് കേടാവോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അത് അനാമികനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇപ്പം എല്ലാം വല്യമ്മയാണ് ഉണ്ടാക്കുന്നതും, അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും എന്ന് അനാമിക പറയുമ്പോഴാണ് കേട്ടോ അവർക്കൊരു സമാധാനമാവുന്നത്. പിന്നീട് ദേവയാനിയാണെങ്കിലും പലഹാരമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകനും മരുമകൾക്കും വേണ്ടിയിട്ടുള്ള പലഹാരമാണ്, ഇനിയിപ്പോൾ അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാണ് കേട്ടോ പ്ലേറ്റിലേക്ക് പഴംപൊരിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അനാമിക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അനാമിക പഴംപൊരിയൊക്കെ ടേബിളിൽ എടുത്ത് വെച്ച് കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ആദർശേട്ടന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ മോളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുകയല്ലേ, അതൊന്നും സാരമില്ല, ആദർശവും നയനയൊക്കെ ഇവിടുത്തെ അംഗങ്ങൾ തന്നെയാണല്ലോ, ഇപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മോളുടെ അച്ഛനും അമ്മയ്ക്കല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ മോളി പലഹാരമൊക്കെ അവർക്ക് കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറയുകയാണ്. അനാമികയാണെങ്കിലും ദേവയാനി ഉണ്ടാക്കുന്ന ഫുഡിനെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. വല്യമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നയന എന്ന് പറയുന്നവൾ അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെ അവരുണ്ടാക്കുന്ന ഫുഡിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലെന്ന്, പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് കഴിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോൾ അങ്ങനെയൊന്നും പറയണ്ട, നമ്മുടെ ശത്രുവാണ് നയന എന്നുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അനാമിക അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമകളും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, നീ അതൊന്നും അങ്ങനെ പറയണ്ട, എൻ്റെ മരുമകളെക്കുറിച്ച് നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക അങ്ങനെ നയനിനെ കുറിച്ച് ഓരോന്ന് പറയുന്ന സമയത്ത്. അപ്പം ദേവയാനിക്കാണെങ്കിലും നയനിനെ പറയുന്ന അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതങ്ങ് പുറത്തൊന്നും കാണിക്കുന്നില്ല. പിന്നീട് വേണും രേവതിയൊക്കെ ചായ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പലഹാരമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ട് രേവതിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും അതിനനുസരിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അന്ന് ഇവിടുന്ന് ഒരു പായസം കുടിച്ചത് ഓർമ്മയുള്ളൂ, അന്ന് വയറ് കേടായതിനു ശേഷം പിന്നെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഞങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഞാൻ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ ആ ഒരു പേടിയില്ലാതെ കഴിക്കാം എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും അത് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചേച്ചി ഒരു അടുക്കളക്കാരിയായി അല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നയനേനെ അടുക്കളയിൽ കയറ്റാൻ അതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദേവയാനി അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വല്യമ്മയാണെങ്കിലും നയനേനെ ഓഫീസിലേക്ക് വിട്ടിരിക്കുന്നത് ഇങ്ങനെ അവളുടെ മുഖം എപ്പോഴും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും അവൾ, അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ആദർശിൻ്റെ മുകളിലേക്ക് അവൾ പോവാതെ നോക്കിക്കോണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ വേണുവിൻ്റെ വകയും കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അബി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അബിനോടും അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് പഴംപൊരിയുടെ പ്ലേറ്റൊക്കെ അങ്ങ് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനിനോടും കഴിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ചേച്ചിയും കൂടെ കഴിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് പലഹാരമൊന്നും വേണ്ട, ചായ മതി എന്ന് പറഞ്ഞിട്ട് ചായ മാത്രമേ എടുത്ത് കുടിക്കുന്നുള്ളൂ. ദേവയാനിയാണെങ്കിലും എന്നിട്ട് നമികയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 പേരും എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ 4 പേരും കഴിച്ച് നല്ല ടേസ്റ്റുള്ള പലഹാരം ആയതുകൊണ്ട് അതിപ്പോൾ തന്നെ തീരും, ഇനിയിപ്പോൾ എൻ്റെ മോനും മരുമോളും വരുമ്പോൾ വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നിങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യാണ്. ഇതിൻ്റെ ഇടയിൽ അബി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അമ്മ അപ്പച്ചി ഇങ്ങനെ ഇടയ്ക്ക് പുറത്തു പോകുന്നു കണ്ടു എന്ന് പറയുമ്പോൾ ദേവയാനി പറയും, അവൾക്ക് അങ്ങനെ പറയാതെ പുറത്തു പോകുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ, ഇതെന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ദേവയാനിക്ക് പറ്റിയ ഒരു നാത്തൂനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെ നല്ല സപ്പോർട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്ന സമയത്ത് അതെ ശരിയാണ്, അവളുടെ സ്വഭാവം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്നിങ്ങനെ ആ സമയത്ത് അനാമികയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചി മാത്രമാണ് ഇപ്പം എൻ്റെ ആശ്വാസം, അപ്പച്ചിയാണ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ദേവേനി മനസ്സിലോർക്കുന്നത് അവളുടെ സ്വഭാവം
സ്വഭാവം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എൻ്റെ മരുമകളെ വെറുക്കുന്നവരെയൊക്കെ ഇവരിങ്ങനെ സ്നേഹിക്കുകയാണല്ലോ എന്നും കൂടെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് പഴംപൊരി കഴിക്കുകയാണ്. വേണും രേവതി അനാമികയും അഭിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പഴംപൊരിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അബിയുടെ വയറെന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട്. അബിയാണെങ്കിൽ വയറും പൊത്തി പിടിച്ചുകൊണ്ടാണ് കേട്ടോ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ അബി മനസ്സിലോർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മായി ആണെങ്കിൽ മരുമകളുടെ വയറ് കേടാക്കാൻ വേണ്ടിയിട്ട് എന്തേലും ചേർത്തായിരുന്നോ, അതാണോ എടുത്ത് കഴിച്ചത്, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വയറ് എന്തായാലും ഇനിയിപ്പോൾ കഴിച്ച ഫുഡ് മൊത്തം പുറത്ത് പോകും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് വേഗം ബാത്റൂമിലേക്ക് ഓടുന്നുണ്ടായിരുന്നേ. പിന്നെ രേവതിയും അതുപോലെ തന്നെ വേണുവൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിലും നന്നായിട്ട് പലഹാരമൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ എന്തായാലും ദേവയാനി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള പലഹാരം ആയതുകൊണ്ട് ഞങ്ങൾ വയറ് അറിയാതെ അങ്ങ് കഴിച്ചു പോയി എന്നൊക്കെ പറയുവേ. അപ്പോൾ എന്തായാലും ഞാൻ ആദർശിനും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പലഹാരമായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് വേറെ ഉണ്ടാക്കാം, ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ട്, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ദേവയാനി അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവർക്കാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ രേവതിക്കും വയറിന് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ആ പലഹാരം കഴിച്ചതിൽ പിന്നെ തുടങ്ങിയതാണ്, എന്താണെന്നറിയില്ല, വയറിന് വല്ലാത്തൊരിതെന്ന് പറയും. അപ്പോഴേക്കും അനാമികയും പറയുന്നുണ്ട് എനിക്കും ഉണ്ട് അതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേണുവിനും തുടങ്ങും കേട്ടോ, ഇനിയിപ്പോൾ എന്തായാലും നന്നാ ശരിയാവില്ല, എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വേഗം ബാത്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും അനാമികയ്ക്ക് നന്നായിട്ട് വയറിന് പ്രശ്നം തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരുന്നു എനിക്കും വയറിന് പ്രശ്നമായി എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അനാമികേനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.